ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്കാണോ? കയ്യിൽ കുട കരുതുന്നത് നല്ലതാണ്. ഒന്നും രണ്ടുമല്ല, പോലീസ് സ്റ്റേഷന്റെ നിരവധി ഭാഗങ്ങളാണ് ചോർന്നൊലിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനിലെ പോലീസ് സ്റ്റേഷന്റെ അവസ്ഥയാണിത്. സംസ്ഥാന സർക്കാരിന്റെ റെയിൽവേ പോലീസ് സ്റ്റേഷന്റെ സ്ഥിതിയാണിത്. വിവിധ കേസുകളിലെ പ്രതികളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാൽ അവരെ ഇടാനുള്ള ലോക്കപ്പും ഇതേ അവസ്ഥയിലാണ്. SIയുടെ മുറിയിലേക്ക് കയറുന്ന ഭാഗത്ത് ഒരു ബക്കറ്റ് സ്ഥാപിച്ചിട്ടുണ്ട്. മഴയത്ത് ചോർന്നൊലിക്കുന്ന വെള്ളം ശേഖരിക്കുന്നത് ഈ ബക്കറ്റിലാണ്. 60 പോലീസുകാർ രാപ്പകൽ ജോലി ചെയ്യേണ്ട സ്റ്റേഷനിൽ പ്രാഥമിക കൃത്യനിർവഹണത്തിന് പോലും സൗകര്യമില്ല. പരാതിക്കാർ വന്നാൽ ഇരിക്കാൻ പോലും ഇവിടെ ഇടമില്ലെന്നതാണ് യാഥാർത്ഥ്യം. വനിതാ പോലീസുകാരുൾപ്പെടെ ജോലി ചെയ്യുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കുമില്ല വിശ്രമിക്കാനാവശ്യമായ മുറിയും ശൗചാലയവും. മാത്രമല്ല, ക്രിമിനലുകളെ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇവരെ പാർപ്പിക്കുന്നത് പോലും സുരക്ഷ ഒട്ടുമില്ലാത്ത ലോക്കപ്പിലാണ്. കാലാകാലങ്ങളിലായിട്ട് റെയിൽവേ പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷൻ പോലും അവഗണനയിലാണ്. എന്നാൽ ഈ സ്റ്റേഷനിലൊക്കെ മതിയായ സുരക്ഷിതത്വം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീരെ സുരക്ഷിതത്വം ഇല്ലാത്ത അവസ്ഥയാണ്. ഇനി ഉദാഹരണത്തിന് ഒരു പ്രതിയെ, ഒന്നല്ല രണ്ടോ മൂന്നോ പ്രതികളെ പിടിച്ചു, ഒന്ന് സ്റ്റേഷൻ്റെ പ്രൊസീജിയർ കഴിയുന്നവരെ നാട് സേഫായിട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ഒരവസ്ഥയല്ല പോലീസ് സ്റ്റേഷൻ. പിന്നെ 65-64 ഇടയിലുള്ള സ്ട്രെങ്ത്താണ് അവിടെയുള്ള ഫുൾ സ്ട്രെങ്ത്. ഇതുവരെ സ്റ്റേഷൻ നിർമ്മിതി ആയത് മുതൽ ഇതുവരെ 65 ആളുകളെ അവിടെ വിന്യസിക്കാൻ പറ്റിയിട്ടില്ല. ഷോർട്ടേജാണ്. എല്ലാ ദിശയും 4 ദിശയിൽ നിന്നും വണ്ടി വന്ന് നിൽക്കുന്ന കേരളത്തിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് ഷൊർണൂർ ജംഗ്ഷൻ. ആ ജംഗ്ഷൻ വർഷങ്ങളായിട്ട് ഈ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ ചോർന്നൊലിച്ചിട്ട് ഷീറ്റ് പോലും പച്ച നീല ഷീറ്റുകൾ പോലും കെട്ടുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കുന്ന നല്ലൊരു റെയിൽവേ പോലീസ് സ്റ്റേഷനാണ് ഷൊർണൂരിലുള്ളത്. വർഷങ്ങളായി പോലീസ് സ്റ്റേഷന്റെ സൗകര്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റെയിൽവേ ഇതുവരെ പരിഗണിച്ചിട്ടില്ല. ഓടിട്ട പഴയ കെട്ടിടത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചെങ്കിലും ഒരു പരിഗണനയും പോലീസ് സ്റ്റേഷന് നൽകിയില്ലെന്നാണ് പരാതി. 2000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള കെട്ടിടമെങ്കിലും ഇത്രയും പോലീസുകാർ ജോലി ചെയ്യുന്നതിന് ആവശ്യമാണെന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. ഇത്തരം കെട്ടിടങ്ങൾ റെയിൽവേയുടെ തന്നെ ഒഴിഞ്ഞുകിടക്കുന്നുമുണ്ട്. എങ്കിലും സംസ്ഥാന പോലീസിന് നൽകില്ലെന്നതാണ് റെയിൽവേയുടെ നിലപാടെന്ന് പരാതിയുണ്ട്. പുതുതായിട്ട് ഒരു ബിൽഡിംഗ് ഇത്ര കോടി ഉറുപ്പ്യ ചെലവ് ചെയ്തിട്ട് പുതുതായിട്ട് ഒരു ബിൽഡിംഗ് പോലും ഷൊർണൂർ പുതുതായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ടോയ്ലറ്റും ഒരു വിശ്രമ സ്ഥലവും അതിന് 30 രൂപ കൊടുക്കുക വേണം. അല്ലാതെ കണ്ട് ഏതെങ്കിലും ഒരു പുതിയ ബിൽഡിങ് നിങ്ങൾക്ക് അവിടെ കാണിച്ചു തരാൻ പറ്റുമോ? പഴയത് മോഡിഫിക്കേഷൻ ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ എൻട്രൻസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ കള്ളത്തരത്തിൻ്റെ കോടീകരണമാണ് പണിയിലൊക്കെ. അതൊക്കെ വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്, മറ്റുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട്. ഇന്ത്യയിലാകമാനം ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ട് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും. നിങ്ങൾ ഇതിലും ചെറിയ ടിക്കറ്റ് ഏണിങ്സ് ഉള്ള വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ, അവിടെ ഫ്ലാഗ് ഹോസ്റ്റിങ്ങിനുണ്ട്. ഇവിടെ ആഗസ്റ്റ് 15 റിപ്പബ്ലിക്കിന് പതാക ഉയർത്താത്ത ഏക റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളത് ഷൊർണൂരാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാടടച്ച് വെടിവെക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവർക്ക് കുറ്റമറ്റ രീതിയിൽ അവിടുത്തെ ജീവനക്കാർക്ക് ജോലി ചെയ്യാനും അതുപോലെ തന്നെ ടോയ്ലറ്റ് സംവിധാനം, അവർക്ക് കൈ കഴുകാനും, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ അവിടെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ യാഥാർത്ഥ്യമാണ്. അതിന് ജാഗ്രതയോടുകൂടി ഇവിടുത്തെ ജനപ്രതിനിധികൾ, MP-മാർ, അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ മാറി വരുന്നവർ അവരെ പൊടിമുട്ടി പോകുക എന്നല്ലാതെ കണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ ജാഗ്രത പാലിക്കുന്നതിൽ നിസ്സംഗത വരുത്തുന്ന അവസ്ഥയാണ് ഷൊർണൂരിലുള്ളത്. ഇതിനൊക്കെ പരിഹാരം കാണാനുള്ള സാഹചര്യം എടുക്കണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടാനുള്ളത്. ട്രെയിനുകളിൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാപ്പകലുകൾ പണിയെടുക്കുന്ന ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ സുരക്ഷയ്ക്ക് റെയിൽവേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നതാണ് ചോദ്യം. UTV ന്യൂസ്, പാലക്കാട്.